നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉന്നത കോൺഗ്രസ് നേതാവ് ഇന്ന് ബിജെപിയിൽ ചേരും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കോൺഗ്രസിനുള്ളിലെ വെട്ടിനിരത്തലുകളെ പടലപ്പിണക്കങ്ങളുമാണ് നേതാവ് കോൺഗ്രസ് വിടാനുള്ള കാരണം. മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി പാർട്ടി ഒറ്റപ്പെടുത്തുന്നതും അവഗണനയും ഈ കോൺഗ്രസ് നേതാവിനെ വളരെയധികം അലട്ടിയിരുന്നു. KPCC അധ്യക്ഷനും മറ്റു നേതാക്കളും ഈ മുതിർന്ന നേതാവിനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ ശ്രമം നടത്തിയതിനെ വിമർശിച്ച് ഇദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ സന്ദർശനത്തിന് എത്തുകയാണ്. അതിനു മുന്നോടിയായാണ് കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പ്രവേശിക്കുന്നത്. ഇന്ന് തന്നെ അവർ തിരുവനന്തപുരത്ത് വെച്ച് പാർട്ടി അംഗത്വം സ്വീകരിക്കും. ഇതുമാത്രമല്ല, ഇടതുമുന്നണിയിൽ നിന്നും BJPയിലേക്ക് പ്രമുഖ നേതാക്കൾ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിലെ തന്നെ തലമുതിർന്ന നേതാവിന്റെ മകൾ BJPയിലെത്തിയത് നമ്മൾ കണ്ടതാണ്. അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ഒക്കെ BJPയിലെത്തിയതോടെ കേരളത്തിലെ കോൺഗ്രസ് അടിപതറിയ അവസ്ഥയിലാണ്. അപ്പോഴാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് എന്ന ഞെട്ടിക്കുന്ന വിവരം വെളിപ്പെടുത്തുന്നത്. അതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അതോടൊപ്പം ഇടതിൽ നിന്നും ഇത്തരം ഒരു നീക്കമായതോടെ ഇടത് വലത് മുന്നണികൾക്ക് നിലതെറ്റാൻ സാധ്യത ഇരട്ടിക്കുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രം കേരളത്തിൽ അവശേഷിക്കുന്ന കച്ചിത്തുരുമ്പ് അതിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടായാൽ ഈ ഒരു പാർട്ടി അവശേഷിക്കുമോ എന്ന കാര്യം സംശയമാണ്. ഈ ലോക്സഭാ സീറ്റിൽ മിനിമം സീറ്റുകൾ ഒപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകും. ഈ ഒരു സന്ദർഭത്തിലാണ് ഇടതുപക്ഷത്തിൽ നിന്നും നേതാക്കൾ BJPയിൽ ചേരാനൊരുങ്ങുന്ന വാർത്ത പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടിയിൽ ചേരുന്നത്. ശശി തരൂരിന്റെ വികസന വിരുദ്ധത ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി വിടുന്നതെന്നാണ് ഇത് സംബന്ധിച്ച കാരണമായി അവർ പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുള്ള ഈ കൂട്ടപ്പടിയിറക്കത്തിന്റെ കാരണവും പിന്നണിയിൽ ചർച്ചയാകുന്നുണ്ട്. നെഹ്റു കുടുംബം ജനങ്ങളോടൊപ്പം ചേരുന്നില്ലെന്നു മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം വിട്ടുകൊടുക്കാൻ നെഹ്റു കുടുംബം തയ്യാറാകാത്തതും അവസരം കിട്ടുമ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. യാതൊരു നേട്ടങ്ങളുമില്ലാതെ രാഹുലിന്റെ മൂട് താങ്ങികളായി നിന്ന് അവർ മടുത്തു കാണും. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിൽ ഭാവിയില്ല എന്ന ഒറ്റ കാരണത്താലാണ് ഈ പടിയിറക്കത്തിലേക്ക് എത്തിച്ചേർന്നത്. മോദി ഭരണം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വലിയ സ്വീകാര്യതയുടെ മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ് നേതാക്കളുടെ കൂടുമാറ്റങ്ങൾ.